ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് 2026 ജൂലൈ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. തുലാം രാശിക്കാർക്ക് 2026 ജൂലൈ മാസം ഏറെ പ്രാധാന്യമുള്ള മാസമാണ്. എന്താണെന്നാൽ രാശി അധിപനായ ശുക്രൻ 10ാം ഭാവത്തിൽ ഗുരുവിനും ബുധനോടുമൊപ്പം നിൽക്കുന്നത് തൊഴിൽ, ബിസിനസ്, സമൂഹത്തിലെ അംഗീകാരം എന്നിവയിൽ വലിയ മുന്നേറ്റങ്ങൾ നൽകുന്നു. സൂര്യൻ 9ാം ഭാവത്തിൽ ഭാഗ്യവർദ്ധനവും ആത്മീയ പുരോഗതിയും നൽകുന്നു. ശനി 6ാം ഭാവത്തിൽ ശത്രുവിജയവും കടബാധ്യതകളിൽ നിന്നും ആശ്വാസവും നൽകുമ്പോൾ രാഹു 5ാം ഭാവത്തിൽ പ്രണയ ജീവിതത്തിലും മക്കളുടെ കാര്യങ്ങളിലും അപ്രതീക്ഷിത സംഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്ന കാലഘട്ടമാണ്. മുമ്പ് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യത. ജോലിസ്ഥലത്തും സമൂഹത്തിലും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. വിദേശ ബന്ധങ്ങൾ, പുതിയ പദ്ധതികൾ, ഉയർന്ന പഠനം, ആത്മീയ യാത്രകൾ എന്നിവയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. തുലാം രാശിയുടെ രാശിയധിപൻ ശുക്രനാണ്. ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? വീഡിയോ എൻഡ് വരെ കാണുക. നിങ്ങളുടെ ആരോഗ്യം, ചെറിയ രീതിയിലുള്ള ഉദരരോഗത്തിന്, അതായത് കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി എന്നിവ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധ വേണം. ഷോൾഡർ പെയിന്, കാലിലൊക്കെ നീരൊക്കെ വരുന്നവർ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അടുത്ത ഡിസംബർ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2025 ഒക്ടോബർ മുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസംബറിനകം അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ, വീഴ്ചകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കുക. ഡ്രൈവിംഗ് ചെയ്യുന്നവർ കൂടുതലും ജാഗ്രത വേണം. പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും അലട്ടുന്നതിനുള്ള സാധ്യത. വിദ്യാഭ്യാസം, വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല മാസം തന്നെയാണ്. ഗുരു ബുധ സംയോജനം പഠനശേഷി വർദ്ധിപ്പിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം കിട്ടുന്നതിനും വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ കിട്ടുന്നതിനുമുള്ള സമയം. ഗവേഷണ പഠനങ്ങൾ, IT, ഫൈനാൻസ്, മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച നേട്ടം കിട്ടുന്ന സമയമായിരിക്കും. എന്നാൽ രാഹു 5ാം ഭാവത്ത് ഉള്ളതിനാൽ ശ്രദ്ധക്കുറവും സോഷ്യൽ മീഡിയയിൽ സമയം പാഴാക്കലും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രണയബന്ധം, രാഹു 5ാം ഭാവത്ത് ഉള്ളതിനാൽ പ്രണയ ജീവിതം അല്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യത. ചിലർക്ക് രഹസ്യ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തുറന്ന ആശയവിനിമയം ആവശ്യമാണ്. ദീർഘകാല ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാഹചര്യം. വികാരങ്ങളെക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകുക. വിവാഹ ജീവിതം, ജീവിത പങ്കാളിയുടെ കരിയറിൽ നല്ല പുരോഗതി കാണാവുന്ന സമയമായിരിക്കും. കുടുംബത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. സന്താന കാര്യങ്ങളിൽ സന്തോഷ വാർത്ത ലഭിക്കുന്നതിനുള്ള സാധ്യത. ശനി 6ാം ഭാവത്ത് ഉള്ളതിനാൽ വലിയ കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യം, 9ാം ഭാവത്തിലെ സൂര്യൻ ഭാഗ്യവർദ്ധന നൽകുന്നു. തീർത്ഥാടന യാത്രകൾക്കുള്ള അവസരം കിട്ടും. ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള മാസം. പിതൃസംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി കിട്ടുന്ന മാസമായിരിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യത. നിങ്ങളുടെ കരിയർ, ജോലി, ഈ മാസത്തിലെ ഏറ്റവും ശക്തമായ മേഖല തൊഴിലും കരിയറുമാണ്. 10ാം ഭാവത്തിലെ ഗുരു, ബുധൻ, ശുക്രൻ എന്നിവരുടെ സംയോജനം വലിയ നേട്ടങ്ങൾ നൽകും. പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത. പുതിയ ജോലി ഓഫറുകൾ ലഭിക്കുന്നതിനുള്ള അവസരം കിട്ടും. സർക്കാർ, ബാങ്കിംഗ്, IT, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി. മേലധികാരികളുടെ പ്രശംസ കിട്ടുന്ന ഒരു മാസം കൂടിയായിരിക്കും. വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നതിനുള്ള സാഹചര്യം. ജൂലൈ മാസത്തിൻ്റെ 2ാം പകുതിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടും.
2026 ജൂൺ 2 ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രൊമോഷൻ കിട്ടിയോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സുകാർക്ക് വളർച്ചയുടെ മാസം തന്നെയാണ്. പുതിയ ക്ലയൻറ്റിനെ ഒക്കെ കിട്ടുന്നതിനും ഓൺലൈൻ ബിസിനസ്, ഫാഷൻ, ബ്യൂട്ടി, കൺസൾട്ടിംഗ്, വിദ്യാഭ്യാസ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം തന്നെയായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പുതിയ കരാറുകൾ ഉണ്ടാക്കാം. വിദേശ ഇടപാടുകളിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതിനുള്ള മാസം. അഷ്ടമ ചൊവ്വ കാരണം വലിയ നിക്ഷേപങ്ങൾ സൂക്ഷ്മമായി നടത്തേണ്ടതാണ്. ഈ മാസത്തെ സാമ്പത്തിക സ്ഥിതി: വരുമാനം തീർച്ചയായും വർദ്ധിക്കുന്നതായിരിക്കും. തൊഴിൽ വഴി അധിക വരുമാന മാർഗങ്ങൾ ലഭിക്കും. ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയം. പഴയ കുടിശ്ശികകൾ തിരികെ കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ്. ട്രേഡ് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അങ്ങനെ ജൂലൈ മാസം തുലാം രാശിക്കാർക്ക് കരിയർ, ബിസിനസ്, സാമ്പത്തിക വളർച്ച, ഭാഗ്യവർധന എന്നിവയുടെ മാസമാണ്. പ്രണയ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ചെറിയ ജാഗ്രത പാലിച്ചാൽ വലിയ നേട്ടങ്ങൾ തന്നെ കൈവരിക്കാം. ഗുരു, ബുധൻ, ശുക്രൻ എന്നിവയുടെ അനുഗ്രഹത്താൽ സമൂഹത്തിൽ അംഗീകാരം, ഉയർച്ചയും ലഭിക്കുന്ന ഒരു സുപ്രധാന മാസമാകും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയധിപനായ ശുക്രൻ്റെ ബീജമന്ത്രം ഓം ദ്രാം ദ്രീം ദ്രോ സഹ ശുക്രായ നമഃ ഒരു 16 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സമയമുള്ളവർ ഡെയിലി ജപിക്കുക, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും എങ്കിലും ജപിക്കുക. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഡെയിലി പാരായണം ചെയ്യുകയോ കേൾക്കുകയോ നിങ്ങൾ ചെയ്യുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക. ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം, ഒരു നുള്ളു അരി, ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ്. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ. അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे।